ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള PSC 30/9/2020 നടത്തിയ ടെക്നീഷ്യൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഓർ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ കോഡ് 030/2020. ഈ എക്സാം നടന്നത് 30/9/2020 നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The fusing factor of HRC fuse will be. The fusing factor for HRC fuse will be. Fusing factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is the ratio of minimum fusing current and current rating of fusing. മിനിമം ഫ്യൂസിങ് കറണ്ടിൻ്റെയും ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിങ്ങിൻ്റെയും റേഷ്യോനെയാണ് ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടേം ഉണ്ട്. മിനിമം ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം കറണ്ട് അറ്റ് വിച്ച് ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ്. ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ചെയ്യുന്ന മിനിമം കറണ്ടിനെയാണ് മിനിമം ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം കറണ്ട് which the fuse element can carry without melting. മെൽറ്റ് ചെയ്യാതെ അതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എന്ന് പറയും. അപ്പോൾ നിങ്ങളെടുത്ത് നോക്കിക്കറിയാം, ഇറ്റ് ഈസ് എ മിനിമം ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുന്ന മിനിമം കറണ്ടും, കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യാത്ത മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ടും ആയിരിക്കും. സോ ഇറ്റ്സ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ആ ഒരു കാര്യം ഒന്ന് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. സോ ഇപ്പോൾ ഇവിടെ 1ൻ്റെ മുകളിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 1.21 1.11 ആണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് വാല്യൂ ഫോർ HRC ഫ്യൂസിങ് ഫാക്ടർ ഈസ് 1.1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. ദ റെസിസ്റ്റൻസ് ഓഫ് 230 വോൾട്ട് 100 വാട്ട് ഇൻ കാൻഡസൻ ലാമ്പ് ഈസ്. റെസിസ്റ്റൻസ് ഓഫ് 230 വോൾട്ടും 100 വാട്ട്സും ആണ് തന്നിരിക്കുന്നത്. വി ഹാവ് P is equal to VI എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാം. പവർ is equal to VI or P is equal to V square by R or P is equal to I square R. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വോൾട്ടേജും പവറും ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ റെസിസ്റ്റൻസ് R is equal to V square by P from this relation. So V square എന്ന് പറഞ്ഞാൽ 230 into 230 divided by 100. You will get 23 square which is 529 ohms. Option B. Question number 3. Temperature coefficient of resistance is measured in. Temperature coefficient of resistance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the amount by which the resistance is affected by each degree of temperature changes. ഒരു ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ചേഞ്ച് ആണ്, അതിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ R0 ഇൻറ്റു ടി എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ. സോ അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് യൂണിറ്റ്സ് ഓൾസോ ഈസ് ഓം. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്, ഡിഗ്രി സെൽഷ്യസ്. ഓം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ആൽഫയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഒന്നും കാണാനില്ല. ഓപ്ഷനിൽ പെർ ഡിഗ്രി സെൽഷ്യസ് ഇല്ല. ആക്ച്വലി പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആൽഫയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. കേരള PSC ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. സോ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആക്ച്വലി യൂണിറ്റ് എന്ന് പറയുന്നത്. ബട്ട് കേരള PSC ഓപ്ഷൻ ആയിട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും അറിയില്ല. മേ ബി മിസ്റ്റേക്ക് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. എക്സാമ്പിൾ ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ 3 ടൈപ്പ് മാഗ്നറ്റിക് ടൈപ്പ് സബ്സ്റ്റൻസ് ഉള്ളത്. 1 ഫെറോമാഗ്നറ്റിക്, 2 പാരാമാഗ്നറ്റിക്, 3 ഡയാമാഗ്നറ്റിക്. ഇങ്ങനെ 3 തരത്തിലാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സബ്സ്റ്റൻസ് വിച്ച് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് സ്ട്രോങ് അട്രാക്ഷൻ ഉള്ള സബ്സ്റ്റൻസ് ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെന്നും പറയുന്നത്. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് അയൺ. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് അയൺ,
നിക്കൽ, കൊബാൾട്ട്, സ്റ്റീല് പോലെയുള്ള മെറ്റലുകളും അതുപോലെ തന്നെ അതിൻ്റെ അലോയ്സും. അതേപോലെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് അലൂമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, കോപ്പർ, എയർ. എയർ എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. എയർ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ്, ഇതൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബിസ്മത്ത്. ബിസ്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ബിസ്മത്ത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, വിച്ച് ഈസ് എയർ. എയർ ഈസ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. Then question number 5. Working voltage of a megar for testing domestic installation. മെഗർ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. മെഗറിന് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് ഒരു DC ജനറേറ്റർ, രണ്ടാമത്തത് അത് മീറ്റർ, മൂന്നാമത്തത് ക്രാങ്കിങ് സിസ്റ്റം. ഈ 3 മെയിൻ പാർട്ടാണ് ഒരു മെഗറിനുള്ളത്. അപ്പോൾ ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ഡ്രിവൻ DC ജനറേറ്ററാണ് മെഗറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ആ DC ജനറേറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 500 വോൾട്ട് ടു 1 മെഗാ വോൾട്ട് ആണ് ആ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഓപ്ഷനിൽ ഫോർ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 500 വോൾട്ട് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 2 അഡീഷണൽ കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നു. നമ്പർ 1, കറണ്ട് സപ്ലൈഡ്. നമ്മൾ ഈ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ 5 to 10 മില്ലി ആംപിയർ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് കിലോ ഓം ടു മെഗാ ഓം റേഞ്ചിലാണ്. കിലോ ഓം ആൻഡ് മെഗാ ഓം റേഞ്ചിലാണ് ഈ മെഗറിൻ്റെ സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 2 അഡീഷണൽ ഫാക്റ്റാണ്. അതും ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6, ദ പവർ ഫാക്ടർ ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. പവർ ഫാക്ടർ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു റിയൽ പവർ ബൈ അപ്പാരൻറ്റ് പവർ. റിയൽ പവറിൻ്റെയും അപ്പാരൻറ്റ് പവറിൻ്റെയും റേഷ്യോ പറയുന്ന പേരാണ് പവർ ഫാക്ടർ. നമ്മളിത് കോസ് ഫൈ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ദ പവർ ഫാക്ടർ ഓഫ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ് ചോദിച്ചത്. നമുക്ക് 3 തരം സർക്യൂട്ട് ഉണ്ട്. 1 റെസിസ്റ്റീവ് സർക്യൂട്ട്, 2 കപ്പാസിറ്റീവ് സർക്യൂട്ട്, 3 ഇൻഡക്റ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് സർക്യൂട്ട്. റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. അങ്ങനെ 3 തരത്തിൽ പവർ ഫാക്ടറാണ് നമുക്കുള്ളത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഫോർ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ദ പവർ ഫാക്ടർ വാല്യൂ ഈസ് യൂണിറ്റി. ഓപ്ഷൻ എ. ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് മെഷേർഡ് ഇൻ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് XC is equal to 1/2 pi FC. ഇത് റെസിസ്റ്റൻസിന് സിമിലർ ആണ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഓം. അതേപോലെ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് XL is equal to 2 pi FL. F ഫ്രീക്വൻസിയാണ്, L ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ്. സിമിലർലി ഇവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, പെർമലോയ് ഈസ് ആൻ അലോയ്. പെർമലോയ് ഈസ് ആൻ അലോയ് കണ്ടെയ്ൻ. പെർമലോയ് എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. ഇത് ഏതിൻ്റെ അലോയ് ആണെന്നാണ് ചോദ്യം. പെർമലോയ് എന്ന് പറയുന്നത് നിക്കലിൻ്റെയും അയണിൻ്റെയും കോമ്പിനേഷനാണ് പെർമലോയ് എന്ന് പറയുന്നത്. പെർമലോയ് എന്ന് പറഞ്ഞാൽ നിക്കൽ പ്ലസ് അയണിൻ്റെ കോമ്പിനേഷനാണ് പെർമലോയ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് അലോയ്കൾ നോക്കാം. ഒന്ന് സോൾഡർ. സോൾഡർ എന്ന് പറയുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയെ പറയുന്ന പേരാണ് സോൾഡർ. നിക്രോം ആ പേര് തന്നെയുണ്ട്. നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അലോയാണ് നിക്രോം. കുപ്രോനിക്കൽ, അടുത്തതാണ് കുപ്രോനിക്കൽ. കുപ്രോനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലിൻ്റെയും കോപ്പറിൻ്റെയും അലോയെ പറയുന്നവരാണ് കുപ്രോനിക്കൽ. ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അലോയാണ് ബ്രാസ്. ബ്രോൺസ് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയാണ് ബ്രോൺസ്. സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെയും കാർബണിൻ്റെയും അലോയാണ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണ് കാർബൺ പ്ലസ് ക്രോമിയം. അയൺ കാർബൺ പ്ലസ് ക്രോമിയമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ നോർമലി ചോദ്യത്തിൽ കണ്ടുവരുന്ന കുറച്ച് അലോയ്കളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞതിനകത്തുള്ള കോമ്പിനേഷൻസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, ഫോർ എ സൈനുസോയിഡൽ കറണ്ട് ദ ക്രസ്റ്റ് ഫാക്ടർ ഈസ്. ഒരു സൈനുസോയിഡൽ കറണ്ടിലെ ക്രസ്റ്റ് ഫാക്ടർ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് 2 ടേമുകളുണ്ട്. ക്രസ്റ്റ് ഫാക്ടറിൻ്റെ മറ്റൊരു പേരാണ് പീക്ക് ഫാക്ടർ, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ.
ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂവിൻ്റെയും RMS വാല്യൂവിൻ്റെയും റേഷ്യോ പേരാണ് ക്രസ്റ്റ് ഫാക്ടർ. IM ബൈ RMS വാല്യൂ. സോ ഇറ്റ്സ് വാല്യൂ ഈസ് 1.414 ആണ് ക്രസ്റ്റ് ഫാക്ടർ വാല്യൂ. ഇറ്റ്സ് ഈ കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ അടുത്തൊരു ഫാക്ടറാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോ പറയുന്ന പേരാണ് ഫോം ഫാക്ടർ. സോ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.11 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ഇത് ഫോം ഫാക്ടർ ആണ്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ഫോർ ക്രസ്റ്റ് ഫാക്ടർ. ക്രസ്റ്റ് ഫാക്ടറിൻ്റെ ബാക്കിയുള്ള രണ്ട് പേരുകളോട് ഞാൻ പറഞ്ഞിരുന്നു. പീക്ക് ഫാക്ടർ എന്നും പറയും ഇതിനെ, അതല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്നും ഇതിനെ വിളിക്കാൻ പറ്റും. So next question number 10. Specific gravity of a lead acid cell. The specific gravity of electrolyte in a fully charged lead acid battery is fully charged lead acid battery specific gravity ആണ് ചോദിച്ചത്. lead acid cellന്റെ specific gravity എന്ന് പറയുന്നത് 1.28 ആണ്. നോർമലി ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ 1.24 to 1.28 എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ 1.25 പ്ലസ് ഓർ മൈനസ് 0.10 എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ബട്ട് 1.2.8 ആണ് നമുക്ക് കോസ്റ്റ് കോമൺലി ഓപ്ഷനിൽ കണ്ടുവരുന്ന ആൻസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ ആ ടെമ്പറേച്ചർ ഉണ്ട് ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ, വിച്ച് ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. ഈ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ടെമ്പറേച്ചറായിട്ട് പറയുന്നത്. Then question number 11. The composition of a tin and lead used in electrician solder. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സോൾഡർ. 4 ടൈപ്പ് സോൾഡേഴ്സ് ഉണ്ടായിരുന്നു. 4 ടൈപ്പ് സോൾഡേഴ്സിൽ ഒന്ന് ടിൻമാൻ സോൾഡർ. ടിൻമാൻ സോൾഡർ എന്ന് പറഞ്ഞാൽ 50% ടിന്നും 50% ലെഡും. സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതിൽ ഒരു ടൈപ്പ് സോൾഡറാണ് ടിൻമാൻ സോൾഡർ. 50% ടിന്നും 50% ലെഡും ആണെങ്കിൽ അതിനെയാണ് ടിൻമാൻ സോൾഡർ എന്ന് പറയാം. ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ടിന്നും 40% ലെഡും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറയുന്നത്. ഫൈൻ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ടിന്നും 10% ലെഡും ആണ് ഫൈൻ സോൾഡർ എന്ന് പറയും. പ്ലംബർ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35% ടിന്നും 65% ലെഡും ആണെങ്കിൽ അതിനെ പ്ലംബർ സോൾഡർ എന്നും പറയും. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ സോൾഡറാണ്. ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറഞ്ഞാൽ 60% ടിന്നും 40% ലെഡും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം നോക്കണം, ഫസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ടിൻ ആൻഡ് ലെഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ ടിന്നും ഇത് ലെഡും ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. The material used as a negative electrode in lithium cell. ലിഥിയം സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ്, നമുക്കൊരു സെല്ലിനകത്ത് 2 ഇലക്ട്രോഡ് ഉണ്ടാവും, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും, അല്ലെങ്കിൽ ആനോഡും കാഥോഡും. അപ്പോൾ ലിഥിയം സെല്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം സെല്ലിനകത്ത് യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ലിഥിയം സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും, ലിഥിയം കോമ്പൗണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ലിഥിയം സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. അതിൻ്റെ സെൽ വോൾട്ട് എന്ന് പറയുന്നത് 3.5 വോൾട്ട് ടു 3.6 വോൾട്ട്. 3.5 വോൾട്ട് 3.6 വോൾട്ടാണ് നമ്മൾ ലിഥിയം സെല്ലിൻ്റെ സെൽ വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. സോ ഓപ്ഷനിൽ നോക്കുക, നെഗറ്റീവ് ഇലക്ട്രോഡ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ് ആണ് ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. The reciprocal of frequency is known as. The reciprocal of frequency is the reciprocal of time period. 1/time period is called frequency. Option A. In question number 14. The number of electrons in an aluminum atom. Number of electrons in an aluminum atom. അപ്പോൾ അലൂമിനിയം ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു അലൂമിനിയത്തിൻ്റെ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഏത് എലമെൻ്റ് ആയാലും ആ എലമെൻറ്റിന് 2 നമ്പറുകൾ ആ പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവും. ഒന്ന് അതിൻ്റെ അറ്റോമിക് നമ്പറും രണ്ടാമത്തതിൻ്റെ മാസ് നമ്പറുമാണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും വാല്യൂ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 13 ഇലക്ട്രോൺ ഉണ്ടാവും, അതേപോലെ തന്നെ 13 പ്രോട്ടോൺ ഉണ്ടാവും. സോ നമുക്ക് നോർമലി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് ഓർത്തിരിക്കണം. ഒന്ന് അലൂമിനിയം 13 ആണ് അറ്റോമിക് നമ്പർ. 2 സിൽവർ 47 ആണ് അറ്റോമിക് നമ്പർ. കോപ്പർ 29 ആണ് അറ്റോമിക് നമ്പർ. കാർബൺ 6 ആണ്. സിലിക്കൺ 14 ആണ്. ജെർമേനിയം 32 ആണ്.
അപ്പോൾ ഇതിനകത്ത് അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 13 അറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ അതിനകത്ത് 13 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓപ്ഷൻ എ. The capacity of a lead acid battery is expressed in capacity of a lead acid battery expressed in lead acid batteryയുടെ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ഓൾവേസ് ആംബിയർ ഹവറിലാണ് അതിൻ്റെ കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരത്തേക്ക്, ഈ ആംബിയർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് എത്ര ആംബിയർ ഈ സെല്ലിന് കണ്ടിന്യൂസ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് കപ്പാസിറ്റി ഓർ ആംബിയർ ഹവർ എന്ന് പറയുന്നത്. അപ്പോൾ ആംബിയർ ഹവർ എന്നാണ് നമ്മൾ കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഓപ്ഷൻ എ നോക്കുക നിങ്ങൾ, വാട്ട് അവർ ആണ്. ലെഡ് ആസിഡ് സെല്ലിൻ്റെ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആംബിയർ ഹവറിലാണ്. പക്ഷേ നമ്മൾ എഫിഷ്യൻസി പറയുന്നത് രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ ആംബിയർ ഹവർ എഫിഷ്യൻസിയും അതേപോലെ തന്നെ വാട്ട് അവർ എഫിഷ്യൻസിയും. ഈ രണ്ട് എഫിഷ്യൻസി നമ്മൾ പറയും. ആംബിയർ ഹവറിലാണ് എഫിഷ്യൻസി പറയുന്നതെങ്കിൽ ആ എഫിഷ്യൻസി ആംബിയർ ഹവർ എഫിഷ്യൻസി എന്നും, വാട്ട് അവറിലാണ് എഫിഷ്യൻസി പറയുന്നതെങ്കിൽ ആ എഫിഷ്യൻസി വാട്ട് അവർ എഫിഷ്യൻസി എന്നും പറയും. ഓൾവേസ് വാട്ടർ എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ ആംബിയർ ഹവർ എഫിഷ്യൻസി. ആംബിയർ ഹവർ എഫിഷ്യൻസി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. റെഡി? സോ ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 15. Then question number 16. The unit of permeability is. Permeability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ permeability is the flux created in that material. Permeability mu. Flux created in that material. Flux in that material divided by flux in air. എയറുമായിട്ടുള്ള ഫ്ലക്സിൻ്റെ കമ്പാരിസൺ ആണ് അവിടെ ആക്ച്വലി. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അത് ഫ്ലക്സ് തന്നെയാണ്. ഇതിനെ വേറൊരു ടേമിലും കൂടെ നമുക്ക് മ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് എന്ന് പറഞ്ഞ റിലേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ പെർമിബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. Then question number 17. The relative permittivity. The relative permittivity of a vacuum is. വാക്വത്തിൻ്റെ relative permittivity എന്ന് പറഞ്ഞാൽ 8.85 into 10 raised to minus 12. It's a constant value. Question number 18. The ohmmeter reading for a shorted capacitor. ഓമീറ്റർ റീഡിങ് ഫോർ എ ഷോർട്ടഡ് കപ്പാസിറ്റർ. അപ്പോൾ ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള ഡൈഇലക്ട്രിക്, ഇൻസുലേറ്റിംഗ് മീഡിയം ഡൈഇലക്ട്രിക് എന്താവാണ്, കണ്ടക്ടിങ് മെറ്റീരിയൽ ആവുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിലുള്ള മെറ്റീരിയൽ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കണ്ടക്ടിങ് മെറ്റീരിയലോ. ആ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കും? വെരി ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. വെരി ലോ റെസിസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ആ ഓമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഓമീറ്റർ അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് അസ് അപ്രോക്സിമേറ്റ്ലി 0. അപ്രോക്സിമേറ്റ്ലി 0 എന്ന് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വെരി ലോ വാല്യൂ. 100% 0 എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്രോക്സിമേറ്റ്ലി 0, ചെറിയ ഡിഫ്ലക്ഷൻസ് ചിലപ്പോൾ കാണിച്ചേക്കാം. ദെൻ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്രോക്സിമേറ്റ്ലി 0 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. സോ 0 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 19. ദ ഇക്വലന്റ് ഓഫ് 1 picofarad is. ഇത് മൾട്ടിപ്ലയറിൻ്റെ ചോദ്യമാണ്. 1 picofaradൻ്റെ 10th മൾട്ടിപ്ലയറിൽ എങ്ങനെ വരുന്നു? അപ്പോൾ നമുക്ക് 10th മൾട്ടിപ്ലയറിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു. 1 picofarad എന്ന് ആദ്യം തന്നെ പറയാം. 1 picofarad എന്ന് പറഞ്ഞാൽ 10 raised to minus 12. 10 raised to minus 12 നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 1/10 raised to 12 എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ അതേപോലെ തന്നെ കുറച്ചുള്ള 10th മൾട്ടിപ്ലയേഴ്സ് ആണ് 1 nano. 1 nano എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 9. ദിസ് ഇസ് ഓപ്ഷൻ സി, 1 nano. 1 milli എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 micro. 1 micro എന്ന് പറഞ്ഞാൽ 10 raised to minus 6. ഇതാണ് 10 raised to minus 6. 1 micro, ഇത് 1 nano. ദെൻ 1 milli എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 3. അതേപോലെ തന്നെ 1 centi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 2. 1 kilo എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to 3. 1 mega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to 6. ടെൻസിൻ്റെ മൾട്ടിപ്ലൈസിൻ്റെ വാല്യൂസ് ആണ്, നമുക്ക് ഓർത്തിരിക്കേണ്ട വാല്യൂസ് ആണ് ഇതെല്ലാം. Then question number 20. A parallel circuit used a divider for. പാരലൽ സർക്യൂട്ട് എന്തിൻ്റെ ഡിവൈഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് 2 ടൈപ്പ് സർക്യൂട്ട് ഉണ്ടായിരുന്നു, സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും. ഇതാണ് ഒരു സീരീസ് സർക്യൂട്ട്, ഇതാണ് ഒരു പാരലൽ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ബട്ട് ഇവിടെയുള്ള വോൾട്ടേജും രണ്ടും രണ്ടായിരുന്നു. സോ ദർ ഇസ് എ വോൾട്ടേജ് ഡിവിഷൻ. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മുഴുവൻ വോൾട്ടേജിൻ്റെ ഒരു ഡിവിഷൻ ഈ ഓരോ എലമെൻറ്റ്സിലും വരും. സോ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സെയിമും വോൾട്ടേജ് ഡിവിഷനും നടക്കുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ നമ്മൾ പാരലൽ സർക്യൂട്ട് നോക്കുക. നമുക്ക് ചോദ്യം പാരലൽ സർക്യൂട്ടാണ്. നമ്മളൊരു വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെൻറ്റിലും നമ്മുടെ വോൾട്ടേജ് സെയിം ആയിരിക്കും, ബട്ട് കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് നമ്മൾ ഈ ഒരു ജംഗ്ഷനിലെത്തി, ഒരു കറണ്ട് I1 എന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലോ ചെയ്യും, ഇവിടെ കറണ്ട് I2 എന്ന് ഫ്ലോ ചെയ്യും. വിച്ച് മീൻസ് അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ വാല്യൂ ആണ്.
സോ I1 ഉം I2 എന്ന് പറയുന്ന രണ്ട് കറണ്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. സോ കറണ്ട് ഡിവിഷനാണ് അവിടെ നടക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സീരീസ് കണക്ഷനിലാണെങ്കിൽ അവിടെ വോൾട്ടേജ് ഡിവിഷനാണ് നടക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. The electrical instrument used for the measuring current is. കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് അമ്മീറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനം തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അമ്മീറ്റർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നോക്കുക. ഗാലോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ സെൻസ് ചെയ്യാനുള്ള ഡിവൈസാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഗാലോമീറ്റർ ആണ് തന്നത്. സോ കറണ്ടിൻ്റെ മെഷർ ചെയ്യാനുള്ള ഡിവൈസ് അല്ല ഗാലോമീറ്റർ, കറണ്ടിനെ സെൻസ് ചെയ്യാനുള്ള ഡിവൈസാണ് ഗാലോമീറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാലോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യും, സെൽസിൻ്റെ വോൾട്ടേജ് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ജനറലി റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് നമുക്ക് പറയാം. വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് അടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വാട്ട് മീറ്റർ നമ്മൾ പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യും. എനർജി മീറ്റർ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ബേസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. Then question number 22. The maximum number of lighting points that can be connected in a circuit as per Bureau of Indian Standards or in IS code. അപ്പോൾ IS കോഡ് പ്രകാരം നമുക്ക് രണ്ട് സർക്യൂട്ടാണുള്ളത്. ഒന്ന് ലൈറ്റിംഗ് സർക്യൂട്ടും അതേപോലെ തന്നെ പവർ സർക്യൂട്ടും. പവർ സർക്യൂട്ടിലും ലൈറ്റിംഗ് സർക്യൂട്ടിലും നമ്പർ ഓഫ് പോയിൻറ്റ്സിനും നമ്പർ ഓഫ് ടോട്ടൽ പവറിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈറ്റിംഗ് സർക്യൂട്ട് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 10 പോയിൻറ്റ് 10 പോയിൻറ്റേ പാടുള്ളൂ. അതേപോലെ തന്നെ അവിടുത്തെ വാട്ട്സേജ് എന്ന് പറയുന്നത് 800 വാട്ട്സാണ്. അതേപോലെ നമ്മൾ പവർ സർക്യൂട്ടാണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം അവിടെ നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ്സേ പറ്റുള്ളൂ. 3000 വാട്ട്സ് വരെ നമുക്ക് ആ 2 പോയിൻറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ പവർ സർക്യൂട്ടിലെ മാക്സിമം പവർ റേറ്റിംഗ് 3000, മാക്സിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് 2 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? മാക്സിമം നമ്പർ ഓഫ് ലൈറ്റിംഗ് പോയിൻറ്റ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ആണ് ചോദിച്ചത്. ലൈറ്റിംഗ് പോയിൻറ്റ് നമുക്ക് 10 പോയിൻറ്റ് വരെ, അതല്ലെങ്കിൽ 800 വാട്ട്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. Then that's the question number 22. Then question number 23. 1 BOT unit is equal to 1 BOT. BOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOTയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ട്രേഡ് എന്നാണ്. BOT എന്ന് പറയപ്പെടുന്നത്. ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ 1 BOT എന്ന് പറഞ്ഞാൽ 1000 വാട്ട് അവറിനെയാണ് ഒരു BOT എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1000 വാട്ട് അവറിനെ പറയുന്ന പേരാണ് 1 ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് അല്ലെങ്കിൽ BOT. Question number 24. The minimum distance between two plates in a plate earthing which are parallel should be. Plate earthingil രണ്ട് ടൈപ്പ് എർത്തിങ് ഉണ്ടായിരുന്നു. പ്ലേറ്റ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങും. രണ്ട് പാരലൽ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. Then question number 25. AC single phase energy meter record the energy in the unit of AC single phase ആയാലും 3 phase ആയാലും 3 phase ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. ബട്ട് സിംഗിൾ ഫേസ് ആണെങ്കിൽ ജനറൽ ക്വസ്റ്റിൽ തന്നെ എടുക്കാം. സിംഗിൾ ഫേസ് എനർജി മീറ്റർ റെക്കോർഡ് ദ യൂണിറ്റ് ഓഫ്. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവറിലാണ്. സോ നമ്മൾ കിലോ വാട്ടിൽ അവറിലാണ് എനർജി മീറ്റർ റീഡിങ് റെക്കോർഡ് ചെയ്യുന്നത്. സോ കിലോ വാട്ട് അവർ, ഓപ്ഷൻ ബി. The unit of reluctance is റിലക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ടുള്ള ഒരു വാക്കാണ് റിലക്റ്റൻസ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്. റിലക്റ്റൻസ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷൻസ് ഓഫേർഡ് ടു ദ പാസേജ് ഓഫ് ഫ്ലക്സിൻ്റെ പാസേജിനെ ഓപ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഡെഫിനിഷനായി പറഞ്ഞു കഴിഞ്ഞാൽ റിലക്റ്റൻസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസ് ദ ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്രിയേറ്റ് ചെയ്തതിനെ ഒപ്പോസ് ചെയ്യാം, സിമിലർ ടു റെസിസ്റ്റൻസ്. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺ പെർ വെബർ ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺ പെർ വെബർ ആണ് നമ്മുടെ റിലക്റ്റൻസിൻ്റെ യൂണിറ്റ്. ആംബിയർ ടേൺ പെർ വെബർ, ഓപ്ഷൻ ബി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27 എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റ് ഈസ് കോൾഡ്. നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽ 3 ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ബട്ട് കേരള PSCയുടെ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ ബി ആണ് കൊടുത്തത്. പാരാമാഗ്നറ്റിക് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആണ്. ഇവിടെ അട്രാക്റ്റഡ് ആയിരുന്നെങ്കിലാണ് പാരാമാഗ്നറ്റിക് വരിക. റിപ്പൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. Question number 28. The phase angle between voltage and current in a pure inductive circuit is. അപ്പോൾ നമ്മൾ നേരത്തെ പവർ ഫാക്ടർ പറഞ്ഞ സമയത്ത് 3 സർക്യൂട്ട് പറഞ്ഞു. റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇങ്ങനെ 3 സർക്യൂട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോസ് ഫൈ ആണ് നമ്മൾ പവർ ഫാക്ടർ പറഞ്ഞത്.
ഫൈയുടെ ആംഗിളാണ് ഇവിടെ ചോദിച്ചത്. ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ പവർ ഫാക്ടർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ 1 ആയിരുന്നു, ഇവിടെ ലീഡിംഗ് ആണ് ലാഗിങ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. വാല്യൂസ് അതിന് ഉണ്ടാവാം, ദാറ്റ് ദർ ഷുഡ് ബി ആൻ ആംഗിൾ. അപ്പോൾ റെസിസ്റ്റീവ് കോസ് ഫൈ ഇസ് ഈക്വൽ ടു 1 ആവണമെന്നുണ്ടെങ്കിൽ കോസ് 0 ആണ് 1. സോ ആംഗിൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ബട്ട് കപ്പാസിറ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും സർക്യൂട്ടിൽ വരുന്ന സമയത്ത് ഇത് ഇൻഡക്റ്റൻസ് ലാഗിങ്ങോ ലീഡിങ്ങോ ആവാം. ആ സമയത്ത് ഇതിൻ്റെ വോൾട്ടേജ് മീൻസ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. സോ അത് കപ്പാസിറ്റൻസ് ആണെങ്കിലും ഇൻഡക്റ്റൻസ് ആണെങ്കിലും രണ്ടിൻ്റെയും ആംഗിൾ 90 ആയിരിക്കും. ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ലാഗിങ് ആണ്, കപ്പാസിറ്റൻസ് ആണെങ്കിൽ ലീഡിങ് ആണെന്നുള്ള വ്യത്യാസം മാത്രം ഉണ്ടാവും. Then question number 29. Two capacitors of 5 microfarad each are connected in parallel. The total effective resistance. രണ്ട് 5 microfarad ഉള്ള കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2. 5 പ്ലസ് 5 വിച്ച് ഇസ് 10 microfarad. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ കേരള പി എസ് സിയിൽ 5 ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ ആണ് ചോദിച്ചിരിക്കുന്നത്. കണക്റ്റഡ് ഇൻ പാരലൽ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 5 പ്ലസ് 5 ആണ്. 5 micro ohm plus 5 microfarad. Micro ohm alla microfarad plus microfarad, you will get 10 microfarad. Then question number 30. Aluminum becomes superconductor at. Superconductor, aluminum superconductor ആവുന്ന ടെമ്പറേച്ചർ. സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കണ്ടക്ടർ വിതൗട്ട് റെസിസ്റ്റൻസ്. കണ്ടക്ടർ വിതൗട്ട് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മളൊരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ആക്ച്വലി അതെപ്പോഴാണ് സൂപ്പർ കണ്ടക്ടർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൾഡ് ടെമ്പറേച്ചറിനേക്കാൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന സമയത്ത്. അതിനൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ താഴെ പോകുന്ന സമയത്താണ് അതെന്താവുന്നത്? സൂപ്പർ കണ്ടക്ടർ ആവുന്നത്. അപ്പോൾ ലെസ് ദാൻ ക്രിട്ടിക്കൽ ഇറ്റ് ബിക്കം കോൾഡർ ദാൻ, നമുക്കൊരു ലെസ് ദാൻ ഈക്വൽ എന്ന് പറഞ്ഞാൽ കോൾഡർ, അതിനേക്കാൾ തണുക്കുന്ന സമയത്ത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും തണുക്കുന്ന സമയത്ത്. അതാണ് പെർഫെക്റ്റ് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ തണുക്കുന്ന സമയമാണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 271 ഡിഗ്രി സെൽഷ്യസ് ആണ്. -271 ഡിഗ്രി സെൽഷ്യസ് ആണ്. -271 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ പെർഫെക്റ്റ് വാല്യൂ ആയിരിക്കാം ഒരു പക്ഷേ ഇതിൽ കൊടുത്തത്. നമ്മൾ നോർമലി എവിടെ എല്ലായിടത്തും പറയുന്നത് -271 ആണ്. -272.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു സബ്സ്റ്റൻസും കൂടെ നമ്മൾ ടങ്സ്റ്റൺ നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്ന കണ്ടക്ടറാണ്. അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. Then question number 31. Energy stored in an inductor is given by. Energy stored in an inductor is given by half Li square is equal to half Li square. അതേപോലെ തന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ is equal to half CV square. ഇത് രണ്ടും മീൻസ് ഒരേപോലെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രണ്ട് കാര്യം. Question number 32. The expansion of XLPE cable is. ഇതും കേരള പി എസ് സി പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. XLPE കേബിളിൻ്റെ ഫുൾ ഫോം എന്താണ്? XLPE എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. ഓപ്ഷൻ സി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 33. നെയിം ദ നോൺ മെറ്റൽ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന നോൺ മെറ്റൽ ഏതാണ്? ഫൈബർ, പോർസലൈൻ, ഗ്രാഫൈറ്റ്, PVC. പോർസലൈനും PVCയും ഫൈബറും എല്ലാം നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫൈബർ നമ്മൾ കേബിളിൽ യൂസ് ചെയ്യും, പോർസലൈൻ നമ്മൾ ഇൻസുലേറ്റേഴ്സിൽ യൂസ് ചെയ്യും, PVC നമ്മൾ വയറിലും പല സ്ഥലത്തും. ഓപ്ഷനിൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് ഗ്രാഫൈറ്റ് മാത്രമാണ്. ഗ്രാഫൈറ്റാണ് കണ്ടക്ട് ചെയ്യുന്ന നോൺ മെറ്റൽ. ഈ കാർബണും കാർബണിൻ്റെ കോമ്പൗണ്ട്സിനെയും നമ്മൾ പറയുന്ന വേറൊരു സാധനം പാർഷ്യൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. വിച്ച് മീൻസ് കണ്ടക്ട്, മെറ്റൽ അല്ല എന്നാലും അത് കണ്ടക്ട് ചെയ്യും. Then question number 34. A depolarizer in a dry cell is. ഡ്രൈ സെല്ലിൽ ഡീപോളറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഈ ഡീപോളറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി സെല്ലിൽ ഹൈഡ്രജൻ ബബിൾസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബബിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് ഡീപോളറൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപോളറൈസർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബബിൾസിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ബബിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സി മാത്രമേ ഇവിടെ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉള്ളൂ. മാംഗനീസ് ഡയോക്സൈഡ് ആണ് നമ്മുടെ ഓപ്ഷന്. ഇത് ഒരു ഓപ്ഷനിൽ വേറെ ഒന്നും വരില്ല നിങ്ങൾക്ക്. മാംഗനീസ് ഡയോക്സൈഡ് ആണ് നോർമലി നമ്മൾ ലെഡ് ആസിഡ് സെല്ലിൽ ഡീപോളറൈസേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then 35. The material has a negative temperature coefficient of resistance is. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽ. നമ്മൾ
ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആൽഫ അതിൻ്റെ യൂണിറ്റ് നമ്മൾ മുമ്പ് കണ്ടതാണ്. ആൽഫയ്ക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവും, ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ. ഈ രണ്ട് രീതിയിലാണ് ആൽഫയുടെ വാല്യൂ വരിക, പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ വരുന്നത് പ്യുവർ മെറ്റൽസിനായിരിക്കും, അതല്ലെങ്കിൽ അലോയ്. പ്യുവർ മെറ്റൽസ് ആൻഡ് അലോയ്ക്കാണ് പോസിറ്റീവ് വാല്യൂസ് വരിക. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിലുള്ള മെറ്റൽ ഏതാണ്, അലോയ് ഏതാണെന്ന് നോക്കിയാൽ മതി. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിനും ഫോർ ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റ്, ഇൻസുലേറ്റേഴ്സ്, അതേപോലെ തന്നെ കാർബൺ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് കാർബണിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. കാർബൺ ഇലക്ട്രോലൈറ്റ്, ഇൻസുലേറ്റേഴ്സിനൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും, മെറ്റൽ അലോയ് പോലെയുള്ള കണ്ടക്ടേഴ്സിനൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റുമാണ് വരിക. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ സി കാർബൺ. കാർബണാണ് നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ഓപ്ഷൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സാധനം. 36 ഇലക്ട്രോകെമിക്കൽ ഇക്വലൻ്റ് ഓഫ് ആൻ അലൂമിനിയം. ഇലക്ട്രോകെമിക്കൽ ഇക്വലൻ്റ് ഓഫ് ആൻ അലൂമിനിയം. ഇലക്ട്രോകെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്ന ടേം, ഇലക്ട്രോകെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. നമ്മുടെ ഫാരഡേസ് ലോയും ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ടതാണ്. കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ്, ഇറ്റ് ഇസ് എ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഫ്രം ആൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് എപ്പോൾ, വെൻ 1 കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. ഒരു കൂളംബ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ്. അലൂമിനിയത്തിൻ്റെ കേസിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0936 ആണ്. അതേപോലെ തന്നെ സിൽവർ ആണെങ്കിൽ ഇറ്റ് ഈസ് 1.1182. അപ്പോൾ ഇതിനകത്ത് 1.118 തന്നിരിക്കുന്നത് സിൽവറിൻ്റെതാണ്, 0.0936 ആണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ. Then question number 37. 3 capacitors each of 100 microfarad are connected in series across 100 volt supply. 3 capacitors of 100 microfarad are connected in series across 100 volt supply. The equivalent capacitance is. അപ്പോൾ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് 100 വോൾട്ടിലാണ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിൻ്റെയും 100 മൈക്രോഫാരഡാണ് കപ്പാസിറ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് സീരീസ് ആകുന്ന സമയത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/c = 1/c1 + 1/c2 + 1/c3. ദെൻ ദാറ്റ് മീൻസ് 1/100 + 1/100 + 1/100. അത് നമുക്ക് 3 × 1/100 എന്ന് എഴുതാം. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/100 ആണ്. ഇറ്റ്സ് 1/c. സോ c = 100/3. 100/3 എന്ന് പറഞ്ഞാൽ 33.33 മൈക്രോഫാരഡ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 38. Which color wire is recommended for the earth connection as per ISI code? ISI code പ്രകാരമുള്ള എർത്ത് കണക്ഷൻ്റെ കളർ നമുക്ക് ഫേസ്, ന്യൂട്രൽ, എർത്ത് 3 വയറാണുള്ളത്. ഫേസ് നമ്മൾ റെഡ്, യെല്ലോ, ബ്ലൂ RYB. ന്യൂട്രൽ ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ, എർത്ത് ആണെങ്കിൽ ഗ്രീൻ കളർ. ഇതാണ് ISൻ്റെ സ്റ്റാൻഡേർഡ് കളേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എർത്തിൻ്റെതാണ്, വിച്ച് ഈസ് ഗ്രീൻ കളർ. Then question number 39. The maximum value of sine wave AC voltage is 10 volt. Its RMS value is. Maximum value 10 volt ആണ്. RMS value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS is equal to 0.707 into maximum value. 0.707 maximum value എന്ന് പറഞ്ഞാൽ 7. IM എന്ന് പറഞ്ഞാൽ 10 ആണ്, 7.07. Option C is the correct answer. Question number 40. The direction of flow of lines of force around a bar magnet. Bar magnetൻ്റെ lines of forceൻ്റെ direction. ഒരു ബാർ മാഗ്നറ്റ് എങ്കിൽ നോർത്ത് സൗത്ത്. ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോളാണ്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് നമ്മൾ ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുക. ഇത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിന് പുറത്തൂടെ ഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ മാഗ്നറ്റിന് പുറത്തൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഫ്ലോ അല്ല, പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ബട്ട് ഇത് നമ്മൾ മാഗ്നറ്റിൻ്റെ ഉള്ളിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്നും നോർത്തിലായിട്ട്. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഡയറക്ഷൻ പുറത്തു കൂടെ ആണെങ്കിൽ അത് നോർത്ത് ടു സൗത്തും, ഉള്ളിൽ കൂടെ ആണെങ്കിൽ ഇത് സൗത്ത് ടു നോർത്തും ആണ്. അപ്പോൾ ഇതിനകത്ത് ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഉള്ളത് ഡയറക്ഷൻ എടുക്കുക. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ വിച്ച് മീൻ ഔട്ട് സൈഡ് ആണ്. സോ ഔട്ട് ദ നോർത്ത് പോൾ ഇൻ ടു ദ സൗത്ത് പോൾ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Then question number 41. From the following power plants, which one has the least operating cost? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ പവർ പ്ലാന്റ് ഏതാണെന്നുള്ളത്. ഇതിനകത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, സോളാർ, ന്യൂക്ലിയർ, തെർമൽ. ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്ന 2 എണ്ണമാണ്. ഒന്ന് ന്യൂക്ലിയറും, രണ്ടാമത് തെർമലും. ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന കേസാണ് സോളാർ. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ കൂടുതലാണ്, പക്ഷേ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 42. In a DC shunt motor, what is the relation between speed, flux and back EMF?
സ്പീഡ്, ഫ്ലക്സ് ആൻഡ് ബാക്ക് EMF. സ്പീഡ് കൺട്രോൾ മെത്തേഡിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് DC മെഷീൻസിലെ അല്ലെങ്കിൽ നോർമലി DC ഷണ്ട് മെഷീൻസിലെ സ്പീഡിൻ്റെ റിലേഷൻസ്. സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. അതിനൊരു ഇക്വേഷൻ ആണെങ്കിൽ N is equal to EB into 60A divided by 5ZP. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വിച്ച് ഈസ് സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. സോ ഇതിനകത്ത് ഓപ്ഷൻ 42 AB/5 എന്ന് പറയുന്നത് C ആണ്. മാക്സിമം 43. The maximum permissible voltage drop in a 240 volt network is 30%. What is the minimum acceptable voltage in any point of the network? 240 volt നെറ്റ്വർക്കിലെ മാക്സിമം പെർമിസിബിൾ ഡ്രോപ്പ് എന്ന് പറയുന്നത് 30 ആണ്. ഇറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ. 30 അല്ല, 3% ആണ് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത്. 30% ഡ്രോപ്പ് പെർമിസിബിൾ അല്ല, 3% ആണ് പെർമിസിബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ 3% ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 വോൾട്ടിന് മാക്സിമം ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് 7.2 വോൾട്ടാണ്. അപ്പോൾ 240 നിന്ന് 7.2 വോൾട്ട് കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 232.8 വോൾട്ട്. ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, 30 അല്ല 3% ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് 3-phase മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്? സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്ത 3-phase മോട്ടർ ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ 44, സിംഗ്രണസ് മോട്ടർ. സിംഗ്രണസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഇനേർഷ്യ കാരണം ഇറ്റ്സ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ. അത് തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള മോട്ടർ ഡബിൾ കേജ്, 12 kg, സ്ക്വയർ കേജ്, 1 മോട്ടർ ഇതെല്ലാം സെൽഫ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള മോട്ടോഴ്സ് തന്നെയാണ്. 45. ദ ഫ്യൂൽ യൂസ്ഡ് ഇൻ എ ന്യൂക്ലിയർ ജനറേഷൻ ഓഫ് പവർ പ്ലാന്റ് ഈസ്. ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂൽസ് ആണ്. മീഥൈൻ ഇത് ബയോഗ്യാസിലെ കമ്പോണൻ്റ് ആണ്. ക്രൂഡ് ഓയിൽ ഇത് നമ്മുടെ തെർമൽ മീൻസ് ഓയിൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. ലിക്വിഫൈഡ് ഹൈഡ്രജൻ ഇതല്ല, ഇതൊരു ന്യൂക്ലിയർ പ്രൊഡക്റ്റ് അല്ല. ന്യൂക്ലിയർ പ്രൊഡക്റ്റ് വരുന്നത് യുറാനിയം അല്ലെങ്കിൽ യുറാനിയത്തിൻ്റെ ഐസോട്ടോപ്സ്. അതേപോലെ തന്നെ തോറിയം ഒരു ഐസോട്ടോപ്പിക്, സോറിയം ഒരു ന്യൂക്ലിയർ മെറ്റീരിയലാണ്. 46 ന്യൂക്ലിയർ എലമെൻ്റ് ആണ്. 46. റിമൂവിങ് ദ ലോഡ് ഫ്രം എ DC സീരീസ് മോട്ടർ വൈൽ വർക്കിംഗ്, വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് സ്പീഡ്? DC സീരീസ് മോട്ടറിൽ ലോഡ് റിമൂവ് ചെയ്യാണ് വർക്ക് ചെയ്യുന്ന സമയത്ത്. DC സീരീസ് മോട്ടറിൻ്റെ നമ്മളുടെ സ്പീഡ് വേഴ്സസ് ലോഡ് ഗ്രാഫ് എടുത്തിട്ട് സ്പീഡ് വേഴ്സസ് ലോഡ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ DC സീരീസ് മോട്ടറിൽ റിമൂവിങ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഡിക്രീസ് ചെയ്യാണ്. ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ലോഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ലോ ലോഡിലാണെങ്കിൽ ഇതിന് സ്പീഡ് Y ആക്സിസിന് പാരലാണ് നമ്മുടെ സ്പീഡിൻ്റെ കർവ്, വിച്ച് മീൻ ഇറ്റ്സ് ഗോസ് ടു ആൻ ഇൻഫിനിറ്റ് സ്പീഡ്. നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് സ്പീഡിലേക്ക് നമുക്ക് പോകും. സോ ആക്ച്വലി നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോ ലോഡ് കണ്ടീഷനിലല്ല, നമ്മൾ ലോഡ് ഡിക്രീസ് ചെയ്യുന്നു. ലോഡ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ ഗ്രാഫ് സ്പീഡ് ഇൻക്രീസസ്. സോ റിമൂവിങ് ദ ലോഡ് സീരീസ്, വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ് സ്പീഡ്? വിൽ ഇൻക്രീസ്. ഓപ്ഷൻ എ is the correct answer. Then 47. The width of a trench for laying a single cable should be a minimum of. Single cable width എന്ന് പറയുന്നത് 35 cm ആണ്. ഓപ്ഷൻ ഡി. അതിൻ്റെ കേബിൾക്കിടയിലുള്ള സ്പേസ് ബിറ്റ്വീൻ കേബിൾ എന്ന് പറയുന്നത് 20 cm ആണ്. വാളും കേബിളും തമ്മിലുള്ള ട്രെഞ്ചിൻ്റെ വാളും കേബിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 cm ആണ്. ഈ 3 വാല്യൂസ് ഓർത്തിരിക്കുക. ഡെപ്ത് 35 cm, ഡെപ്ത് അല്ല, വിഡ്ത്ത് 35 cm. 2 കേബിളിനിടയിൽ, സിംഗിൾ കേബിളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡബിൾ കേബിൾ ആണെങ്കിൽ 2 കേബിളിനിടയിൽ 20 cm, കേബിളും വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 cm. Then question number 48. The fractional slip of an induction motor can be found by the formula. Slip of an induction motor S is equal to synchronous speed minus rated speed divided by synchronous speed. Ns minus Nr, or rotor speed Nr minus Ns. Option A. Then 49. The sun makes energy in its inner core by process of. സൂര്യൻ്റെ ഇന്നർ കോറിലുള്ള എനർജി സോഴ്സിനുള്ള റീസൺ, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ന്യൂക്ലിയർ ഫ്യൂഷനാണ് സണ്ണിൻ്റെ ഉള്ളിലുള്ള എനർജിക്കുള്ള റീസൺ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50. ഇൻ SI സിസ്റ്റം വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക് ഇൻ എ DC മോട്ടോർ? ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് യൂണിറ്റ് മീറ്റർ ആണ്. സോ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻ എ. Then question number 51. What is the purpose of a bedding in an underground cable? അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ബെഡിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ്
കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, കണ്ടക്ടർ. ഈ കണ്ടക്ടറിന് മുകളിൽ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും. പ്രൈമറി ഇൻസുലേഷൻ, ഫസ്റ്റ് ഇൻസുലേഷൻ PVC ഇൻസുലേഷൻ. ഈ PVC ഇൻസുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു മെറ്റാലിക് ഷീത്ത് ഉണ്ടാവും. മെറ്റാലിക് ഷീത്ത് കഴിഞ്ഞാൽ വരുന്ന പാർട്ടാണ് ബെഡിങ്. ബെഡിങ് കഴിഞ്ഞാൽ വരുന്ന പാർട്ടാണ് ആർമറിങ്. ആർമറിങ് കഴിഞ്ഞാൽ വരുന്ന പാർട്ടാണ് സെർവിങ്. ഇത്രയാണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ കണ്ടക്ടർ. കണ്ടക്ടർ നമ്മൾ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഫോർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടക്ടേഴ്സിനെ, രണ്ട് കണ്ടക്ടേഴ്സിനെ, അടുത്തടുത്തുള്ള രണ്ട് കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററാണ് PVC ഇൻസുലേറ്റർ. PVC അല്ലെങ്കിൽ പേപ്പർ, അതല്ലെങ്കിൽ റബ്ബർ. പേപ്പർ, റബ്ബർ, PVC ഫസ്റ്റ് ഇൻസുലേഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന പാർട്ടാണ് മെറ്റാലിക് ഷീത്ത്. മെറ്റാലിക് ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റാലിക് ഷീത്ത് കേബിളിന് മോയ്സ്ചർ, ഗ്യാസ്, അതുപോലെ തന്നെ മറ്റ് ലിക്വിഡുകൾ, ആസിഡ്, ആൽക്കലി പോലുള്ള ലിക്വിഡുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ഷീത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നെങ്കിൽ ലെഡ് അല്ലെങ്കിൽ അലുമിനിയം. ഇനി മെറ്റൽ ഷീത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ബെഡിങ്. ബെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫൈബ്രസ് മെറ്റീരിയലാണ്. ഒരു ജൂട്ട് അല്ലെങ്കിൽ ഫൈബ്രസ് ജൂട്ട് ടേപ്പ്, ഒരു ഹെസൻ ടേപ്പൊക്കെ പോലെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ബെഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചെയ്യുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാലിക് ഷീത്തിനെ കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആർമറിയുടെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നോ തൊട്ടടുത്തുള്ള ആർമറിയിൽ നിന്നുള്ള മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നോ അല്ലെങ്കിൽ കൊറോഷനിൽ നിന്നോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഡിങ് യൂസ് ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മുടെ ചോദ്യം, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബെഡിങ് ഇൻ ആൻ അണ്ടർഗ്രൗണ്ട് കേബിൾ? ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ കേബിൾ, അല്ലാതെ കണ്ടക്ടറാണ്. Then to protect the metallic sheet from mechanical injury from armoring. That is the correct answer. 51B ആണ് correct answer. Then ബാക്കിയുള്ള രണ്ട് പോർഷനും കൂടെ നോക്കുക. ആർമറിങ്. ആർമറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ ടേപ്പിൻ്റെ, സ്റ്റീൽ വയറോ അല്ലെങ്കിൽ സ്റ്റീൽ ടേപ്പിൻ്റെ ഉള്ള ഒരു ലെയറാണ് കേബിളിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആർമറിങ്ങിൻ്റെ ഫംഗ്ഷൻ, ടു പ്രൊട്ടക്ട് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. അതേപോലെ തന്നെ സെർവിങ്. സെർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കേബിളിനെ അല്ലെങ്കിൽ അതേപോലെ ആർമറിങ്ങിനെ ടോട്ടൽ കേബിളിനെയും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതൊരു ഫൈബ്രസ് മെറ്റീരിയലാണ്, ജൂട്ടിൻ്റെ ഒരു ഫൈബ്രസ് മെറ്റീരിയലാണ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ നമ്മുടെ എല്ലാ ഓപ്ഷനും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാ ആ കേബിളിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ 52 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ സിങ്ക്രണസ് സ്പീഡ് ഓഫ് 5 HP 8 volt 415 volt 550 Hz 3-phase squirrel cage induction motor. Synchronous speed ns is equal to 120 f by p. 120 into frequency 50 Hz divided by p 8 volt. Cancel it, you will get it as 750 rpm. In a steam power plant, dash is used to heat the feed water from the flue gas. Economizer ആണ് നമ്മുടെ ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയാം. Question number 54. While conducting a no-load test in a DC series motor, what consequences will occur? നമ്മൾ നോ ലോഡ് ടെസ്റ്റ്, നമ്മൾ DC സീരീസ് മോട്ടറിൻ്റെ നമ്മൾ ലോഡ് വേഴ്സസ് സ്പീഡ് ഗ്രാഫ് നമ്മൾ മുമ്പ് വരച്ചതാണ്. അപ്പോൾ നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടർ റൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുക. ദർ വിൽ ബി ഡിക്രീസ് ഫീൽഡ് കറണ്ട് വിച്ച് റിസൾട്ട് മോട്ടോർ സ്പീഡ് വിൽ ലോ. അല്ല, ലോഡ് കുറയുന്ന സമയത്ത് സ്പീഡ് കുറയില്ല. മോട്ടോർ വിൽ റീച്ച് എ ഹൈ സ്പീഡ്. കറക്റ്റാണ്. ദാറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മേ ബി ഡിസ്ട്രോയ് ദ മോട്ടോർ വൈൻഡിങ്. യെസ്, കറക്റ്റാണ് ഓപ്ഷൻ. എങ്കിലും അടുത്ത ഓപ്ഷൻസ് നോക്കുക. ആർമേച്ചർ കറണ്ട് വിൽ ഇൻക്രീസ് അപ്പ് നോർമലി ആൻഡ് ദ ഫ്യൂസ് വിൽ ബേൺ. അല്ല. ദ മോട്ടോർ വിൽ കം ടു റെസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഡ്യൂ ടു ദ ഫീൽഡ് കറണ്ട്. നോ, അല്ല. സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 55. എപ്പോക്സി കേബിൾ ജോയിൻറ്റ് ഈസ് യൂസ്ഡ്. എപ്പോക്സി കേബിൾ ജോയിൻറ്റ്. കേബിൾ ജോയിൻറ്റുകൾ നമുക്ക് ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ജോയിൻ്റ് ആണ്. രണ്ടാമത്തത് ടി ജോയിൻ്റ് ആണ്. മൂന്നാമത്തത് ട്രൈഫിർക്കേറ്റിംഗ് ജോയിൻ്റ് ആണ്. ട്രൈഫിർക്കേറ്റിംഗ് ജോയിൻറ്റ്. നാലാമത്തത് എപ്പോക്സി സ്ട്രെയിറ്റ് ജോയിൻറ്റ്. ഇതാണ് 4 ടൈപ്പ് കേബിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇല്ല, എപ്പോക്സി കേബിൾ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് കേബിളിനെ ഹീറ്റിംഗ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, നമുക്ക് കേബിളിനെ ഹീറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ എപ്പോക്സി കേബിളിൻ്റെ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്, എപ്പോക്സി കേബിൾ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ 55A. 56. ദ സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സാണ്. ഒന്ന് DOL സ്റ്റാർട്ടർ അപ് ടു 5 HP. ദെൻ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഫ്രം 5 HP to 20 HP. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ വിച്ച് ഈസ് എബോവ് 20 HP. ഇതൊക്കെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് റോട്ടോർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണ്.
rotor resistance starter. Option B. In a biogas, mixture dash is a main content. ബയോഗ്യാസ് എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ സോഴ്സാണ്, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ സോഴ്സാണ്. ഇതിൽ ആനിമൽ എക്സ്ക്രീറ്റ, വെജിറ്റബിൾ വേസ്റ്റ്, അതുപോലെ തന്നെ മറ്റുള്ള അത്തരത്തിലുള്ള വേസ്റ്റുകളും കാര്യങ്ങളും, വീഡ്സ്, ഇതെല്ലാം കൂടെ ഒരു ഓക്സിജൻസിൻ്റെ പ്രസൻസ് ഇല്ലാതെ, വിത്തിൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ഡികമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഡികമ്പോസ് ചെയ്തെടുത്ത് കിട്ടുന്ന ഗ്യാസാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മീഥെയിനാണ് ബയോഗ്യാസിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 58. Regenerative or Hopkinson test may be conducted on a DC machine on dash load. ഹോപ്കിൻസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC മെഷീൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഹോപ്കിൻസൺ ടെസ്റ്റ്. ആൾട്ടർനേറ്റീവ് ടെസ്റ്റാണ് ഹോപ്കിൻസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ്. ഓക്കെ, എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ലോഡ് കണ്ടീഷൻ ആയിരിക്കണം. ഫുൾ ലോഡ് കണ്ടീഷനിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ആക്ച്വലി 2 മെഷീൻ ഉണ്ടാവും. 2 മെഷീന് പാരലായിട്ട് 2 മെഷീൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുക. ഒരു മെഷീൻ മോട്ടറായിട്ടും മറ്റൊരു മെഷീൻ ജനറേറ്ററായിട്ടും ആക്ട് ചെയ്യും. ആ രീതിയിലാണ് നമ്മുടെ ഹോപ്കിൻസൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന ലോഡ് ഏതാണ്? ഫുൾ ലോഡ് കറണ്ടാണ്, അല്ലെങ്കിൽ ഫുൾ ലോഡിലാണ് നമ്മൾ ഹോപ്കിൻസൺ ടെസ്റ്റ് ചെയ്യുന്നത്. Then question number 51. Which of the following DC distribution system is simplest and lowest in first cost? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ സിംപ്ലസ്റ്റും ലോവസ്റ്റും ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ്? സിംപ്ലസ്റ്റ് ആണ് ചോദിച്ചത്. സിംപ്ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ സിസ്റ്റം, റേഡിയലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിസ്റ്റം. റിംഗ് സിസ്റ്റം, ഇൻ്റർ കണക്ഷൻ സിസ്റ്റം ഒക്കെ ഇതിന് അഡ്വാൻറ്റേജുകളൊക്കെ കൂടുതലാണ്, ബട്ട് അതിൻ്റെ കോസ്റ്റ് അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ റേഡിയൽ സിസ്റ്റമാണ് ഏറ്റവും കോസ്റ്റ് കുറവായിട്ടുള്ള സാധനം. Then question number 60. Which of the following is called the actual speed in a 3-phase induction motor? 3-phase induction മോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റോട്ടോറിൻ്റെ സ്പീഡാണ്. ആ റോട്ടോർ എത്ര RPM റൊട്ടേറ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ദ സ്പീഡ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ. അത് ഓപ്ഷൻ എ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെയോ അല്ല, നമ്മുടെ റോട്ടർ എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും, ദാറ്റ്സ് ദ സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. Question number 60. Which one of the following is a non-conventional source of energy? അപ്പോൾ നമുക്ക് 2 സോഴ്സ് ഓഫ് എനർജി ഉണ്ട്. ഒന്ന് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഉണ്ട്, അതേപോലെ തന്നെ കൺവെൻഷണൽ എനർജി സോഴ്സും റിന്യൂവബിൾ, നോൺ കൺവെൻഷണൽ. അപ്പോൾ കൺവെൻഷണൽ എനർജി സോഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം പ്രോഡക്റ്റ്, 2 ന്യൂക്ലിയർ, അതേപോലെ തന്നെ കോൾ, ഇതൊക്കെ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് 1 ടൈഡൽ, 2 ജിയോ തെർമൽ, 3 വിൻഡ്, 4 സോളാർ. ഇതൊക്കെ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നോൺ കൺവെൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലാണ് നമ്മൾ ചോദിച്ചത്. ടൈഡൽ ഒരു നോൺ റിന്യൂവബിൾ എനർജിയാണ്, ജിയോ തെർമൽ ഒരു റിന്യൂവബിൾ എനർജിയാണ്, ന്യൂക്ലിയർ ഒരു റിന്യൂവബിൾ എനർജി അല്ല, വിൻഡ് എനർജി ഒരു റിന്യൂവബിൾ ആണ്. സോ ന്യൂക്ലിയർ എനർജിയാണ് ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then question number 62. During rheostat braking of a DC series motor. റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് എന്ന് പറയും. ഈ റിയോസ്റ്റാറ്റ് ബ്രേക്കിങ്ങിൽ ട്രാക്ഷൻ മോട്ടർ നമ്മൾ ജനറേറ്ററായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ആ ജനറേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു EMF ഉണ്ടാവും, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് റിയോസ്റ്റാറ്റിക് അല്ല റെസിസ്റ്റീവ് ബ്രേക്കിംഗ് ഗ്രിഡിൽ ഹീറ്റായിട്ട് കൺസ്യൂം ചെയ്യുക. അതിനെയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ മോട്ടറിനെ ജനറേറ്ററായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന് ഒരു റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ഗ്രിഡിൽ ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. ദാറ്റ് ഈസ് കോൾഡ് റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്. സോ മോട്ടർ റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യല്ല, മോട്ടർ ജനറേറ്ററായിട്ട് റൺ ചെയ്യുന്നത്. Question number 63. ACSR conductor could be joined by using. ACSR conductor എന്ന് പറഞ്ഞാൽ അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് എന്നാണ് ACSR. ആ ഫുൾ ഫോം നമുക്ക് അറിയണം. നമ്മൾ XLP ചോദിക്കുന്ന പോലെ ACSRൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചേക്കാം. അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ACSR എന്ന് പറയുന്നത്. ACSR കണ്ടക്ടർ ജോയിൻ ചെയ്യുന്നത് കംപ്രഷൻ സ്ലീവ്സ് യൂസ് ചെയ്തിട്ടാണ് ACSR കണ്ടക്ടർ ജോയിൻ ചെയ്യുന്നത്. Then question number 64.
ഹൗ ദ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ കണക്റ്റഡ് ടു ദ മെയിൻ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയാണ് മെയിനിൽ കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതനുസരിച്ച് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റേറ്ററിൽ ആ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലെ റോട്ടർ റെസിസ്റ്റൻസ് പോലെ സ്റ്റേറ്ററിൽ ഫുൾ ലോഡ് വോൾട്ടേജ് സപ്ലൈ ചെയ്യും. സ്റ്റേറ്ററിൽ ഫുൾ വോൾട്ട് സപ്ലൈ സ്റ്റേറ്ററിൽ കൊടുക്കും. റോട്ടർ, അതായത് നമ്മുടെ സ്റ്റാർട്ടിൽ ഫുൾ ലോഡ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹൈ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് കറണ്ടിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടർ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വഴിയാണ് കണക്ട് ചെയ്യും. എന്നിട്ട് നോർമൽ സ്പീഡ് ആയി കഴിഞ്ഞാൽ വൺസ് ദ മോട്ടർ പിക്കപ്പ് ദ സ്പീഡ്, നോർമൽ സ്പീഡ് അല്ല, മോട്ടർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടർ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. മീൻസ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്ററിൽ ഫുൾ ലോഡ് വോൾട്ടേജ് അപ്ലൈ കൊടുക്കും, ബട്ട് റോട്ടറിൽ ഷോർട്ട് കണക്ഷൻ ചെയ്യും. നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാം. സപ്ലൈ ടു ദ സ്റ്റേറ്റർ വൈൻഡിങ് കറക്റ്റ് ആണ്. റോട്ടർ വൈൻഡിങ് ഷോർട്ടഡ് ത്രൂ റെസിസ്റ്റൻസ്, റൈറ്റ്. ഞാൻ പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്നാണ് സപ്ലൈ ടു റോട്ടർ വൈൻഡിങ്, റൈറ്റ്. സ്റ്റേറ്റർ വൈൻഡിങ് ഷോർട്ട് ചെയ്യില്ല. ഓപ്ഷൻ സി റേറ്റഡ് വോൾട്ടേജ് ടു സ്റ്റേറ്റർ വൈൻഡിങ്, റൈറ്റ്. റെഡ്യൂസ്ഡ് വോൾട്ടേജ് ടു റോട്ടർ അല്ല. സപ്ലൈ ടു ബോത്ത് വൈൻഡിങ്സ് വൈൽ സ്റ്റാർട്ടിങ്, റോട്ടർ വിൽ ഡിസ്കണക്ട് ആഫ്റ്റർ സ്റ്റാർട്ടിങ്. രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ സപ്ലൈ കൊടുക്കില്ല. സോ ദാറ്റ് ഈസ് 64 ഓപ്ഷൻ എ. Then 65. Which one is used to generate the power in geothermal station? ജിയോതെർമൽ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന പവർ. ജിയോതെർമൽ എന്ന് പറയുന്നത് ഒരു എനർജി ഫോമാണ്. ജിയോതെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഇൻസൈഡ് ദ എർത്ത്. എർത്തിൻ്റെ ഉള്ളിലുള്ള എനർജിയാണ് ജിയോതെർമൽ എനർജി. ഇൻസൈഡ് ദ എർത്ത്, ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്. ഓപ്ഷൻ ബി. Then question number 66. The no volt coil is used as a protective device in a motor starter. What is the main function? No volt coil main function. No volt main function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ ലൈൻ വോൾട്ടേജ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജിൽ ലൈൻ വോൾട്ടേജ് ഡിസൈഡ് വാല്യൂവിനേക്കാളും താഴെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്ലൈ വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യമുള്ള വോൾട്ടേജിനേക്കാൾ താഴെ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് അട്രാക്ഷൻ, നമ്മുടെ കോയിലിൻ്റെ മാഗ്നറ്റിക് അട്രാക്ഷൻ കുറയുകയും അത് മോട്ടറിൻ്റെ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിലിനെ പുൾ ചെയ്തിട്ട് ഓഫ് പൊസിഷനിലേക്ക് വരും. ഇതാണ് നോ വോൾട്ട് കോയിൽ ചെയ്യുന്നത്. സോ എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് ആവശ്യമുള്ള ലൈൻ വോൾട്ടേജ് കിട്ടാതിരിക്കും. ദെൻ ഓപ്ഷൻ വായിച്ചു നോക്കുക. ഓപ്ഷൻ എ 66A. പ്രിവെൻറ്റ് ഓപ്പണിംഗ് ദ സപ്ലൈ സർക്യൂട്ട് വെൻ ഫ്ലക്ച്വേറ്റ്സ് ഒക്കർ ഇൻ ദ പവർ സിസ്റ്റം അല്ല. Open the supply circuit on failure of reduction of voltage and automatically reclose it on return of normal voltage. Open supply circuit upon the failure of reduction of voltage and keep open until manually closed. Manually close ചെയ്യുന്നത് വരെ അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. Control voltage working and keep it safe അല്ല. So option C ആണ് correct answer. Then 67. Non-conductor of an overhead line including service line erected across a street shall be at any part thereof be at a height less than 6 meter for high voltage line. 6 meter നമുക്ക് ഓപ്ഷൻ 6.096. 6 meter എന്നുള്ള വാല്യൂ ഓർത്തിരുന്നാൽ മതി. കേരള ബേസിലത്തെ പ്രിസൈസ് വാല്യൂ 6.09 6.02 ആ വാല്യൂ തരില്ല. 6 meter എന്നുള്ള ജനറൽ വാല്യൂ ഓർത്തിരുന്നാൽ മതി. Then question number 68. In the manual starter, the stop button is connected in series with the manual starter. Stop button connect ചെയ്തിരിക്കുന്നത് നോ വോൾട്ട് കോയിലേക്കാണ്. സ്റ്റോപ്പ് ബട്ടൺ കണക്ട് ചെയ്തിരിക്കുന്നത് എനർജൈസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. 69. Equipment used for pulverizing the coal is known as. പൾവറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ പവർ പ്ലാന്റിലെ കോളിനെ ഫൈൻ പൗഡേഴ്സ് ആക്കിയിട്ട് പൊടിക്കുന്നതിനെയാണ്, ഫൈൻ പൗഡേഴ്സ് ആക്കി മാറ്റുന്നതിനെയാണ് പൾവറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പൾവറൈസേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൾവറൈസേഷൻ ചെയ്യുന്നത്. എഫിഷ്യൻസി കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോള് എഫിഷ്യൻ്റായിട്ട് കമ്പസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫിഷ്യൻ്റ് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾവറൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ പൾവറൈസേഷൻ ചെയ്യുന്ന എക്യുപ്മെൻറ്റിന് പറയുന്ന പേരാണ് ബോൾ മില്ല്. ബോൾ മില്ലല്ല, ബോൾ മില്ല് എന്നാണ് പറയുക. പിന്നെ മിസ്റ്റേക്ക് ആയിരിക്കും, ബട്ട് ബോൾ മില്ല് എന്നാണ് പറയുന്നത്. ബോൾ മിൽ. Then question number 70. Dash is the formula for dynamically induced EMF. Dynamically induced EMF is equal to B into L into P into sin theta. B into L into V into sin theta. 71. The depth of pole below the
ground level on a normal soil should be, depth of pole below a normal should be 1/6 of the height of the pole. 72. When the three-phase squirrel cage induction motor is started by star delta starter, the starting current is reduced to star connection delta connection voltage current values 30% reduce 1/3 times. 73. Which of the following is conventional source of energy? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഏതാണ്, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഏതാണ്. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കോള്, ന്യൂക്ലിയർ അതുപോലത്തെ സാധനങ്ങൾ, സ്മോള് സൈലർ ഹൈഡ്രോ വിൻഡ് ഒക്കെ നോൺ കൺവെൻഷണൽ സോഴ്സ് ആണ്. Then the terminal marking of a separately excited DC generator as per Indian standard is, as per Indian standard പ്രകാരമുള്ള സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൻ്റെ ടെർമിനൽസ്. ഇപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IS സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ടെർമിനൽസ് നോക്കാം. ആർമേച്ചർ ആണെങ്കിൽ നമ്മൾ A1 A2 എന്നുള്ള രീതിയിലാണ് ടെർമിനേച്ചറിന് കൊടുക്കുക, അല്ലെങ്കിൽ X1 X2 എന്ന് കൊടുക്കാറുണ്ട്. കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ് ആണെങ്കിൽ B1 B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർമേച്ചറാണ് A1 A2, ഇത് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിൽ. അതേപോലെ അടുത്തത് C1 C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. D1 D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് വൈൻഡിങ്ങിന് D1 D2. E1 E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് വൈൻഡിങ്. F1 F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വൈൻഡിങ്. F1 F2 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വൈൻഡിങ്. ഈ രീതിയിലാണ് നമ്മൾ DC മോട്ടറിൻ്റെ ടെർമിനൽ കണക്ഷൻസ് പറയുന്നത്, ടെർമിനൽ കണക്ഷൻസിന് നെയിമിങ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു BIS ആർമേച്ചർ എന്ന് പറഞ്ഞാൽ A1 A2, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ B1 B2, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണ് C1 C2, സീരീസ് വൈൻഡിങ് D1 D2, ഷണ്ട് വൈൻഡിങ് E1 E2, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വൈൻഡിങ് F1 F2. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ടെർമിനൽ മീൻസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൻ്റെ കണക്ഷൻ നമ്മൾ പറയണം, ഫീൽഡിൻ്റെ കണക്ഷൻ പറയണം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് A1 A2 F1 F2. ആസ് പെർ PSC ഐ തിങ്ക് ഓപ്ഷൻ ഈസ് 74A ആണ് തന്നിരിക്കുന്നത്, തെറ്റാണ്, ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ, 74B. Then 75. Dash is the factor which least affect the sag of transmission line. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് പോയിൻറ്റ്സിൻ്റെയും കണ്ടക്ടറിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സാഗ് എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് പോയിൻ്റിൻ്റെ സ്ട്രക്ചർ ഇതാണ് ലോവസ്റ്റ് പോയിൻറ്റ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ വിച്ച് ലീസ്റ്റ് ഡിഫക്റ്റ് എന്നാണ് വെച്ചാൽ ലീസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത്. വെയിറ്റ് ഓഫ് ദി കണ്ടക്ടർ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കറണ്ട് ത്രൂ ദ കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സാഗിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഐസ് ഡിപ്പോസിഷൻ കണ്ടക്ടറിലുള്ളത് അതും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. ആക്ച്വലി വെയിറ്റുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന ഒരു സാഗാണ് അത്. Then question number 76. What is the purpose to conduct block rotor test in a three-phase induction motor? Block rotor test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോമറിൽ SC ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ടെസ്റ്റാണ് ഇൻഡക്ഷൻ മോട്ടറിലെ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസ്ഫോമറിൽ SC ടെസ്റ്റ് എന്തിനാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സിമിലർലി ഇവിടെയും കോപ്പർ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ള പർപ്പസ് തന്നെയാണ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിന് ചെയ്യാനുള്ളത്. സോ ടു ഡിറ്റർമിൻ ദ ഫുൾ ലോഡ് കോപ്പർ ലോസ്, ഓപ്ഷൻ A. Then question number 77. A solar module is made up of large number of solar module എന്താണെന്നാണ് ചോദിച്ചത്. ഒരു സോളാർ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോളാർ സെല്ലിലാണ്, സോളാർ ഫോട്ടോവോൾട്ടൈക് സെൽ. സോളാർ സെല്ലിൻ്റെ കോമ്പിനേഷൻ പറയുന്ന പേരാണ് സോളാർ മൊഡ്യൂൾ എന്ന് പറയും. സോളാർ മൊഡ്യൂളിൻ്റെ കോമ്പിനേഷൻ പറയുന്ന പേരാണ് പാനലിൻ്റെ കോമ്പിനേഷൻ പറയുന്ന പേരാണ് അറേ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് മൊത്തത്തിലൊരു സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ PV സെല്ലിൽ നിന്ന് സോളാർ സെല്ലിൽ നിന്ന് PV സെൽ അല്ലെങ്കിൽ സോളാർ സെല്ലിൽ നിന്ന് സോളാർ സെല്ലിൻ്റെ കോമ്പിനേഷൻ മൊഡ്യൂൾ എന്ന് പറയും, മൊഡ്യൂളിൻ്റെ കോമ്പിനേഷൻ പാനൽ എന്ന് പറയും, പാനലിൻ്റെ കോമ്പിനേഷൻ അറേ എന്ന് പറയും, അറേയിലെ കോമ്പിനേഷൻ PV സിസ്റ്റം എന്ന് പറയും. ചോദിച്ചിരിക്കുന്നത് സോളാർ മൊഡ്യൂൾ ഈസ് മേഡ് അപ്പ് ഓഫ്. സോളാർ മൊഡ്യൂളിനുണ്ടാക്കി PV സെൽ അല്ലെങ്കിൽ സോളാർ സെൽ, ഓപ്ഷൻ B. Question number 78. Which liquid do you see for the cleaning commutator of DC generator? Commutator DC generator ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് ഏതാണ്? കാർബൺ ടെട്രാക്ലോറൈഡ്. 79. The depth of a laying underground cable from the ground surface for 11 kV HT cable. 11 kV HT കേബിളിൻ്റെ ഡെപ്ത്. അപ്പോൾ ഹൈ വോൾട്ടേജ് കേബിൾ 3.3 kV മുതൽ 11 kV വരെ, അതേപോലെ തന്നെ 22 kV മുതൽ 33 kV വരെ, ഇങ്ങനെ 2 വോൾട്ടേജ് ലെവൽ ഹൈ വോൾട്ടേജ് കേബിളുകൾ എന്ന് പറയും. അതിൽ 11 kV വരെ ആണെങ്കിൽ 0.9 മീറ്ററും 22 kV 33 kV ആണെങ്കിൽ 1.05 മീറ്ററാണ് യൂസ് ചെയ്യുക. അതേപോലെ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ് കേബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.75 മീറ്ററാണ്. സപ്പോസ് നമ്മളത് കേബിൾ ലൈൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റോഡ് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യണം, അങ്ങനെ സിറ്റുവേഷനിലാണെങ്കിൽ
should be 1 meter. So 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 11 kV ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, 0.9. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഓർത്തിരിക്കുക. 11 kV ആണെങ്കിൽ അപ് ടു 11 kV 0.9, എബോ 11 kV ഓർ 20 to 33 റേഞ്ചിലൊക്കെ ആണെങ്കിൽ 1.05, ലോ വോൾട്ടേജ് മീഡിയം വോൾട്ടേജ് ആണെങ്കിൽ 0.75 മതി. ബട്ട് റോഡ് റെയിൽവേ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഏതായാലും 1 meter ഡെപ്ത് വേണം. Then 80. If the two phases of a supply are interchanged, what will happen to the three-phase induction motor? Three-phase induction motor ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. സപ്ലൈ ഫേസിൽ ഏതെങ്കിലും രണ്ടെണ്ണം റിവേഴ്സ് ചെയ്യാം. ഏതെങ്കിലും രണ്ടെണ്ണം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ റിവേഴ്സ് ആവും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Then question number 81. Which force is required to move the pointer from zero position in an indicating instrument? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ സീറോ പൊസിഷനിൽ മൂവ് ചെയ്യാനുള്ള ഫോഴ്സ് കിട്ടും. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് 3 ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഡിഫ്ലക്ഷൻ ഫോഴ്സ്, രണ്ടാമത്തതാണ് കൺട്രോളിംഗ് ഫോഴ്സ്, മൂന്നാമത്തതാണ് ഡാമ്പിംഗ് ഫോഴ്സ്. ഡിഫ്ലക്ഷൻ ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, ഇങ്ങനെ 3 ടൈപ്പ് ടോർക്കുകളാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിലുള്ളത്. ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടു സ്റ്റാർട്ട് റീഡിങ് ഫ്രം സീറോ. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് അറ്റ് ദ കറക്റ്റ് പൊസിഷൻ. ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെസ്റ്റ് ദ പോയിന്റർ അറ്റ് ഇറ്റ്സ് ഫൈനൽ ഓർ ഇനീഷ്യൽ പൊസിഷൻ. അതിൻ്റെ ഡാമ്പിംഗ് ഒഴിവാക്കി വൈബ്രേഷൻസ് ഒന്നും ഇല്ലാത്ത കറക്റ്റ് പൊസിഷനിൽ റെസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡാമ്പിംഗ് ടോർക്കിൻ്റെ പർപ്പസ്. അപ്പോൾ പോയിന്റർ സ്റ്റാർട്ട് ഫ്രം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ടോർക്ക് വേണം? ഡിഫ്ലക്ഷൻ ടോർക്ക് വേണം, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഫോഴ്സ് വേണം. 82. Which source of measuring error is caused by the effect of magnetic field? Effect of magnetic field എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകുന്ന എററാണ്. സോ ദാറ്റ് എറർ ഈസ് കോൾഡ് ഇൻഫ്ലുവൻസ് എറർ എന്ന് പറയും. ഡിവൈസ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസിൻ്റെ എററാണ്. ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞാൽ ആരാണോ റീഡിംഗ് എടുക്കുന്നത് ആ റീഡിംഗ് എടുക്കുന്ന സമയത്തുള്ള എററാണ് ഹ്യൂമൻ എറർ എന്ന് പറയും. Then question number 83. Which type of instrument is used with an air friction damping? അപ്പോൾ നമ്മൾ പറഞ്ഞു ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാമ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനെ റെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഡാമ്പിംഗ് ടോർക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് ഉണ്ട്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡി കറന്റ് ഡാമ്പിംഗ്. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൽ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് MC ഇൻസ്ട്രുമെൻറ്റിലാണ്, അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെൻറ്റിലാണ് എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം PMMC ഇൻസ്ട്രുമെൻറ്റിൽ ഓൾറെഡി ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അതിനകത്ത് ഉണ്ട്. ആ പെർമനൻറ്റ് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് മാഗ്നറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഡാമ്പിംഗ് സിസ്റ്റം അതിൽ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ എഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത് MC ഇൻസ്ട്രുമെൻറ്റിലാണ്. എയർ ഫ്രിക്ഷൻ അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത് MI ഇൻസ്ട്രുമെൻറ്റിലാണ്. പക്ഷേ പ്രാക്ടിക്കലി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ അധികം യൂസ് ചെയ്യില്ല. ബിക്കോസ് ലീക്കേജ്, ഫ്യൂവൽ ലീക്കേജ്, ഇൻസ്ട്രുമെൻറ്റ് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സിലൊന്നും ഒരിക്കലും നമുക്ക് ഫ്ലൂയിഡ് ഡാമ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലൂയിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലൂയിഡ് ലീക്കേജ് വരും. സോ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത് MI ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. Then 84. Why damping torque is required in a moving coil instrument? Again question same, ഡാമ്പിംഗ് ടോർക്കിനാണ്. ഡാമ്പിംഗ് ടോർക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാമ്പിംഗ് ടോർക്ക് ഡാമ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഡാമ്പിംഗ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പോയിന്ററിനെ റെസ്റ്റ് ചെയ്യുക. അത് ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും അതിനെ പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ദ നീഡിൽ ടു ഇറ്റ്സ് സീറോ പൊസിഷൻ. ഓപ്ഷൻ ഡി. Then question number 85. What is the typical efficiency or range of a transformer? ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി, നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള, ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നോർമലി നമ്മൾ പറയുക എബോവ് 95% ആണ്. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കുക 92 to 99% ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാച്ച് ആവുക. Then 86. What is the relationship between primary and secondary current of a transformer? നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി കറണ്ട് അതിൻ്റെ EMF നമ്പർ ഓഫ് ടേൺസിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ E1/E2 is equal to N1/N2 is equal to I2/I1. സോ ഇതിനകത്ത് കമ്പാരിസൺ ഓഫ് പ്രൈമറി വോൾട്ടേജ് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ്, കമ്പാരിസൺ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ടേൺസ്, കമ്പാരിസൺ ഓഫ് പ്രൈമറി സെക്കൻഡറി സപ്ലൈ ഫ്രീക്വൻസി ആൻഡ് സെക്കൻഡറി സപ്ലൈ ഫ്രീക്വൻസി, കമ്പാരിസൺ ഓഫ് ഇൻപുട്ട് പവർ ആൻഡ് ഔട്ട്പുട്ട് പവർ. സോ ഓപ്ഷനിൽ 85 കമ്പാരിസൺ ഓഫ് പ്രൈമറി സപ്ലൈ ഫ്രീക്വൻസി, 86 അല്ല, പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ടേൺസ്, ബി. റെഡി? ദെൻ ആംബിയർ ടേൺസിൻ്റെ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് പറയുന്നത് കേട്ടോ. Question number 87. What is the secondary induced EMF of a transformer? It's the EMF of a transformer. Transformer of secondary എന്ന് പറഞ്ഞാൽ 4.44 into F into secondary number of turns into 5M. ഇത്രയും വോൾട്ട് ആണ്. പ്രൈമറി ആണെങ്കിൽ EP is equal to 4.44 into F into number of primary turns into 5M. That is അത്രയും വോൾട്ട്സ് ആണ്. Which means option 87. Secondary B. What is the working principle of an auto transformer? ഇതൊരു പ്രത്യേകതരം ചോദ്യമാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. ആക്ച്വലി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിനകത്ത് ഒരു കോയിലേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ. ബട്ട് ആക്ച്വലി സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെയും ഡബിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്. സോ ഡബിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ത് തന്നെയാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ബട്ട് ആസ് പെർ കേരള PSC ആൻസർ സെൽഫ് ഇൻഡക്ഷൻ ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് പറയും. 89. Which condition is correct for parallel operation of transformer? Parallel operation of transformer കറക്റ്റ് കണ്ടീഷൻ. പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. രണ്ടാമത്തത് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം. പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം. മൂന്നാമത്തത് പൊളാരിറ്റി സെയിം ആയിരിക്കണം. നാലാമത്തത് ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. അതായത് സീറോ റിലേറ്റീവ് ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. ഈ 4 കണ്ടീഷനാണ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യാനുള്ള റീസൺ, പാരലൽ ആക്കാനുള്ള കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, സെയിം വോൾട്ടേജ് റേഷ്യോ കറക്റ്റാണ്, ഇൻപുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി സെയിം കറക്റ്റാണ്, സെയിം പെർസെൻറ്റേജ് ഇമ്പിഡൻസ് കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 90. Which method of cooling is generally adopted for low capacity distribution transformer? Low capacity distribution transformer up to 100 kVA. Up to 100 kVA ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൂളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ എയർ കൂളിംഗ് മെത്തേഡാണ്. എബൌട്ട് നാച്ചുറൽ എയർ, എബൌട്ട് 200 kVA kVA ട്രാൻസ്ഫോമറിലാണെങ്കിൽ KVA ട്രാൻസ്ഫോമറിലാണെങ്കിൽ ഇൻസുലേറ്റിംഗ് ഓയിൽ. ഈ രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് എടുക്കുന്നത്. അപ്പോൾ ബിലോ 100 kVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ വിച്ച് ഇസ് നാച്ചുറൽ എയർ മെത്തേഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 91. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി? ഇത് റിപ്പീറ്റഡ് ആയിട്ട് കേരള PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലുമൻ, ലെക്സ്, കാൻഡല, ഈ വാക്കുകൾ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡലയാണ്. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് ലൂമൻ. ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലുമിനേഷൻ്റെ യൂണിറ്റ് ആണ്. ഈ 3 സാധനങ്ങൾ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് ലൂമൻ, ഇലുമിനേഷൻ്റെ യൂണിറ്റ് ആണ് ലെക്സ്, ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല. ഈ 3 സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതിച്ചും മറിച്ചും കേരള PSC പല എക്സാമിനും ചോദിക്കാറുണ്ട്. ദെൻ 97. വാട്ട് ഇസ് ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് എ ടങ്ഷൻ ഫിലമെന്റ് ലാമ്പ്? ടങ്ഷൻ ഫിലമെന്റ് ലാമ്പിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 2000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കാർബൺ ഫിലമെന്റ് ലാമ്പിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ് കേട്ടോ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ടങ്സ്റ്റൺ 2300, കാർബൺ 2000. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 93. Which material is used to make the discharge tube of MA type HPMV lamp? HPMV lamp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിനെയാണ് HPMV ലാമ്പ് എന്ന് പറയുന്നത്. HPMV ലാമ്പിൽ ഒരു 4 ടൈപ്പ് HPMV ലാമ്പ് ഉണ്ട്. ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൽ ഒന്ന്, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൽ അടുത്തത് MA ടൈപ്പ്. ദെൻ ഇത് നോർമൽ ഹൈ പ്രഷർ മെർക്കുറി ലാമ്പ്, MA ടൈപ്പ്, MAT ടൈപ്പ്, MB ടൈപ്പ്. ഇതിൽ MA ടൈപ്പിൻ്റെ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോർമൽ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിനകത്തുള്ള ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് കോട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. കോട്സ് ട്യൂബാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ കോട്സ് ട്യൂബ് വന്നത്. ഇത് കറക്റ്റ് ആൻസർ അല്ല. ദെൻ MA ടൈപ്പിൽ അതിനകത്തുള്ള ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ബോറോ സിലിക്കേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോറോ സിലിക്കേറ്റ് ആണ്. MAT ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA ടൈപ്പിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷനാണ് MAT ടൈപ്പ്. അവിടെയും ബോറോ സിലിക്കേറ്റ് തന്നെയാണ് ഡിസ്ചാർജ് ട്യൂബ്. MB ടൈപ്പിൽ നമ്മുടെ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് പോലെയുള്ള കോഡ്സ് ആണ് MB ടൈപ്പിലുള്ള ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ ഫുഡ് മിക്സേഴ്സ്? ഫുഡ് മിക്സേഴ്സിൽ മിക്സർ ഗ്രൈൻഡറിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ. ഇനി ഓപ്ഷൻ ഏത് നോക്കുക, റിപ്പൾഷൻ മോട്ടർ. റിപ്പൾഷൻ മോട്ടർ യൂസ് ചെയ്യുന്നത് എയർ കണ്ടീഷണർ, പെട്രോൾ പമ്പിലുള്ള മോട്ടർ, അതുപോലെ തന്നെ ലിഫ്റ്റ് പോലെയുള്ള സ്ഥലത്താണ് റിപ്പൾഷൻ മോട്ടർ യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ഫേസ് മോട്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫാന്, ബ്ലോവേഴ്സ്, ഇതിലൊക്കെയാണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡഡ് ബോഡി മോട്ടർ യൂസ് ചെയ്യുന്നത് ടേബിൾ ഫാന്, അതുപോലെ ടോയ്സ്, ഇൻസ്ട്രുമെൻസിലൊക്കെ ഷെയ്ഡഡ് ബോൾ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കുള്ള ഒന്ന് രണ്ട് മോട്ടേഴ്സാണ്. ഒന്ന് സ്റ്റെപ്പർ മോട്ടർ യൂസ് ചെയ്യുന്നത് പ്രിൻ്റർ, പ്ലോട്ടർ പോലെയുള്ള സാധനങ്ങൾക്കാണ് സ്റ്റെപ്പർ മോട്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഹിസ്റ്ററിസിസ് മോട്ടർ യൂസ് ചെയ്യുന്നത് ഈ സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം, ടെലി പ്രിൻ്റർ, സൗണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ സാധനത്തിലൊക്കെയാണ് ഹിസ്റ്ററിസിസ് മോട്ടർ യൂസ് ചെയ്യുന്നത്.
ദെൻ റിലക്റ്റൻസ് മോട്ടർ എന്ന് പറയുന്ന അടുത്ത മോട്ടർ. റിലക്റ്റൻസ് മോട്ടർ യൂസ് ചെയ്യുന്നത് അനലോഗ് ഇലക്ട്രിക് മീറ്റർ, അനലോഗ് ഇലക്ട്രിക് മീറ്ററുകൾ, അതേപോലെ വാഷിംഗ് മെഷീനിലൊക്കെ റിലക്റ്റൻസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാഷിംഗ് മെഷീനിലൊക്കെ റിലക്റ്റൻസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എ സി, സിംഗിൾ ഫേസ് എ സി, അല്ലെങ്കിൽ എ സിയുടെ പല ടൈപ്പ് മോട്ടോഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 95. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോൾട്ട് പ്ലേറ്റ് ഇൻ ഇലക്ട്രിക് കെറ്റിൽ? ഇലക്ട്രിക് കെറ്റിലുള്ള സോൾട്ട് പ്ലേറ്റിൻ്റെ പർപ്പസ് എന്താണ്? സോൾട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലേറ്റ് ആണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പർപ്പസാണ് ഉള്ളത്. കണ്ടെയ്നറായിട്ട് കീപ് ദ എലമെൻറ്റിനെ കണ്ടെയ്നറായിട്ട് ക്ലോസ് കോണ്ടാക്ട്, കീപ് ദ എലമെൻറ്റ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ കണ്ടെയ്നറായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പർപ്പസ്. ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ കണ്ടെയ്നർ, ഓപ്ഷൻ ഡി. ഇതിനൊരു പർപ്പസും കൂടി ഉണ്ട്, അവോയ്ഡ് ഡീഫോർമേഷൻ ഓഫ് ദ എലമെൻറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീഫോർമേഷൻ അവോയ്ഡ് ഡീഫോർമേഷൻ ഓഫ് എലമെൻറ്റിൻ്റെ ഡീഫോർമേഷൻ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസും കൂടെ ആർക്കുണ്ട്? സോൾട്ട് പ്ലേറ്റിന്. ഈ സോൾട്ട് പ്ലേറ്റിൻ്റെ കൂടെ അതേപോലെയുള്ള ഒരു പ്ലേറ്റാണ് പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് പ്ലേറ്റിനെ അതിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യുന്ന പാർട്ടാണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോൾട്ട് പ്ലേറ്റിനെ അതിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യും. അതാണ് പ്രഷർ പ്ലേറ്റിൻ്റെ ആപ്ലിക്കേഷൻ. ഇതാണ് ഇലക്ട്രിക് കെറ്റിലിൻ്റെ ഒരു മീൻസ് കൺസ്ട്രക്ഷനിൽ വരുന്ന 2 പ്ലേറ്റുകൾ. 96. വിച്ച് വൺ ആസ് എ സെമികണ്ടക്ടർ മെറ്റീരിയൽ? സെമികണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. 14 ഗ്രൂപ്പ് എലമെൻറ്റിൽ വരുന്ന ഒന്ന് സിലിക്കണും ജർമ്മേനിയാണ് നമ്മൾ നോർമലി സെമികണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് പറയുന്ന 2 മെറ്റീരിയലുകൾ അല്ലെങ്കിൽ എലമെൻറ്റുകൾ. ദാറ്റ് ഈസ് സിലിക്കൺ ഇസ് ദ കറക്റ്റ് ആൻസർ. 97. വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമികണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ? 14 ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് സെമികണ്ടക്ടർ എന്ന് പറയുന്നു. ഈ സെമികണ്ടക്ടറിനെ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. ഈ ഇൻട്രിൻസിക് സെമികണ്ടക്ടറിനെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഡോപ്പ് ചെയ്തിരിക്കുന്ന സെമികണ്ടക്ടറിനെ പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമികണ്ടക്ടർ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇംപ്യുവർ സെമികണ്ടക്ടർ. വിച്ച് മീൻസ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടറിൽ നമ്മൾ ഡോപ്പിംഗ് ചെയ്യുക, ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യാം. ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. ഒന്നുകിൽ 13 ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം, അതേപോലെ തന്നെ 14 ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. 13 ഗ്രൂപ്പ് അല്ലെങ്കിൽ 14 ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന 13 ഗ്രൂപ്പ് അല്ലെങ്കിൽ 14 ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയാം. 10 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആവും. 15 ഗ്രൂപ്പാണ്. 15 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ? ദാറ്റ് ഈസ് ഡോപ്പിംഗ്. 98. വിച്ച് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി? അപ്പോൾ നമുക്ക് 2 ടൈപ്പ് സെമി കണ്ടക്ടർ പറഞ്ഞു, പി ടൈപ്പും എൻ ടൈപ്പും. പി ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 13 ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. 13 ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ മെജോറിറ്റി ക്യാരീസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഇവിടെ 15 ഗ്രൂപ്പിൽ മെജോറിറ്റി ക്യാരീസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഹോൾസും ഇലക്ട്രോൺസും ആണ് നമ്മുടെ പി ടൈപ്പിലും എൻ ടൈപ്പിലെയും മെജോറിറ്റി ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി? ഫ്രീ ഇലക്ട്രോൺസ് മെജോറിറ്റി ആണെന്നുണ്ടെങ്കിൽ 15 ഗ്രൂപ്പ് എലമെൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് ഫ്രീ ഇലക്ട്രോൺസ് മെജോറിറ്റി ആയിട്ടുള്ള സെമി കണ്ടക്ടർ. ദെൻ വാട്ട് ഈസ് ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് SCR? SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണ്. SCR സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോർ ഡ്രൈവറിൽ സ്പീഡ് കൺട്രോളിൻ്റെ മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻസിലാണ് SCR യൂസ് ചെയ്യുന്നത്. വിച്ച് ഡോപ്പിംഗ് മെറ്റീരിയൽ യൂസ് ടു മേക്ക് ദ പി ടൈപ്പ് സെമി കണ്ടക്ടർ? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഏതായിരുന്നു? 13 ഗ്രൂപ്പ് എലമെൻറ്റ്. ആ 13 ഗ്രൂപ്പ് എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, ഇതൊക്കെയാണ് 13 ഗ്രൂപ്പ് എലമെൻറ്റ്. അതേപോലെ തന്നെ 15 ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ ടൈപ്പ് കിട്ടും. അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ നൈട്രജൻ ഒരു ഇത് ചെയ്യാറില്ല, ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഇത്രയാണ് 15 ഗ്രൂപ്പ് എലമെൻറ്റ് യൂസ് ചെയ്യാനുള്ള 15 ഗ്രൂപ്പ് എലമെൻറ്റ്സ് യൂസ് ചെയ്താൽ എൻ ടൈപ്പ് കിട്ടാനുള്ള എലമെൻറ്റ്സ്. സോ വിച്ച് ഓഫ് ദ മെറ്റീരിയൽ യൂസ് ടു മേക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ? പി ടൈപ്പ് സെമി കണ്ടക്ടർ 13 ഗ്രൂപ്പ് എലമെൻറ്റിൽ വരുന്നത് ബോറോണാണ്. ആർസെനിക് 15 ഗ്രൂപ്പാണ്, ഫോസ്ഫറസ് 15 ഗ്രൂപ്പാണ്, ആൻറ്റിമണി 15 ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കോഡ് 030/2020 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡിൻ്റെ 100 ചോദ്യങ്ങളും അതിൻ്റെ അനാലിസിസും. 1-2 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് പ്രൊഫഷണൽ ആൻസർ ചെയ്യുന്ന തന്ന ക്വസ്റ്റ്യൻസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
ചിലത് മീൻസ് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്, എന്നാലും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നവംബർ 25-ന് ഇലക്ട്രീഷ്യൻ്റെ അടുത്ത എക്സാം നടക്കാൻ പോകുന്നുണ്ട്. ഒരു 1.5 മാസം സമയം ഇനിയുണ്ട്, 2 മാസത്തോളം സമയം ഇനിയും നമുക്കുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എനിവേ താങ്ക് യു.